ഹായ്, എല്ലാവർക്കും മൈ ലൈഫ് മൈ കിച്ചണിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ പീര എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ ആദ്യമായി നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ പുതിയ വീഡിയോസ് കിട്ടാൻ നമ്മൾ സബ്സ്ക്രൈബിന്റെ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോ കിട്ടാവുന്നതാണ്. ഇനി നമുക്ക് ഇന്ന് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കാം. ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. എൻ്റെ മോൻ ഇഷ്ടമാണിത്. അപ്പം നമുക്കിത് ഉണ്ടാക്കി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പും എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നാരങ്ങ നീരെടുത്തിട്ടുണ്ട്, ഒരു മുട്ടയുടെ വെള്ളയും. പിന്നെ നമുക്ക് പൊടികൾ എന്താണെന്നൊക്കെ വെക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ആവശ്യമാണെങ്കിൽ എരിവ് കൂടുതലുള്ളവർക്ക് വേണം ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കറുവാപ്പട്ടയും ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയും, ഒരു 7 ഗ്രാമ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വറുത്ത് ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കാം. ഇതൊക്കെ അരച്ചെടുക്കേണ്ടതാണ്. ഇത് പൊടിച്ചെടുക്കാം. ഇതൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൽ ഒന്ന് പുരട്ടുകയാണ് ചെയ്യുന്നത്. ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അരക്കുമ്പോൾ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ നല്ല മഷി പോലെ അരച്ചെടുക്കണം. നമുക്ക് ഇനി അരപ്പ് ഇതിലേക്ക് ചിക്കനിലേക്ക് ഇടാം. മുട്ടയുടെ വെള്ള ഇതിൽ ചേർക്കണം. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല. നല്ല പോലെ കുഴച്ച് ചിക്കനിൽ പിടിക്കുന്നവരെ നല്ലതുപോലെ കുഴച്ച് റെഡിയാക്കാം. നമുക്ക് ഇത് 20 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ഇതിലൊക്കെ മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് പൊരിക്കാം. എല്ലാവരും ഇത് തീർച്ചയായും ഉണ്ടാക്കണം കേട്ടോ. നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. എൻ്റെ മോന് ഇത് വളരെ ഇഷ്ടമാണ്. 20 മിനിറ്റായി. നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച ചിക്കനൊക്കെ നല്ലപോലെ മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാൻ എണ്ണയൊക്കെ ചൂടാക്കാനുണ്ട്. ചീനിച്ചട്ടി കറുത്ത് കണ്ടാലും ഞെട്ടണ്ട. ഇത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ്. കറുത്ത് എങ്ങനെയാണല്ലോ ഇത്. സത്യം പറഞ്ഞാൽ ഈ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കുറേ സമയമായി. നിങ്ങൾ ഈ പൊരിച്ച ചട്ടനുണ്ടോ, ഇതിനു വേണ്ടി തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. എനിക്കൊരു ചെറിയ ആളുണ്ട്, 3 വയസ്സേ ഉള്ളൂ. പക്ഷെ കൊടുക്കും ഭീകരണം. അവനിവിടെ ഒപ്പിച്ചു വെക്കാത്ത വികൃതിയില്ല. എൻ്റെ എല്ലാ പാത്രവും അവന് വേണം. അപ്പോൾ ഇത് അവൻ്റെ കയ്യിൽ എങ്ങനെയോ പെട്ടു. വളരെ കഷ്ടപ്പെട്ട് നോക്കുമ്പോൾ സോഫയുടെ അടിയിൽ കൊണ്ടുവച്ചു. അങ്ങനെയൊക്കെയാണ് അവൻ്റെ കളി. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ഇങ്ങനെ മെലിഞ്ഞ് വരുന്നുണ്ട്. കുറച്ചെടുത്തിട്ട് പൊരിക്കും. ഓക്കെ, നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാം അതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിരിപ്പുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതൊന്നും മറക്കല്ലേ. ഞാൻ ഫസ്റ്റിൽ ഞാൻ തന്നെ ഒന്ന് കഴിച്ചു നോക്കാം. പൊളി. ഈ ഒരു കഷ്ണം മാത്രമേ എനിക്കുള്ളൂ. പിറകിൽ തയ്യാറായിരിപ്പുണ്ട് 3 ആൾക്കാർ ഇത് മുഴുവൻ അടിച്ചു മാറ്റാൻ. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.